ഹലോ മക്കളെ, യെസ് എടാ എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മുടെ വിന്നേഴ്സിന്റെ 7th റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷ അടുത്ത് വരാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 7th 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മക്കളെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ ഇത് പ്രധാനമായും ചോദിക്കുക. ഒന്ന് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, കോണുകൾ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടാമത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കും, യാതൊരു സംശയവുമില്ല. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്റർ 1 പോവാം. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ. മക്കളെ, ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. യെസ്, ആദ്യമായി തന്നെ എന്താണ് പാരലൽ ലൈൻസ് മക്കളെ, എന്താണ് സമാന്തര വരകൾ എന്ന് നമുക്ക് നോക്കാം. ലൈൻസ് ദാറ്റ് ഡോണ്ട് മീറ്റ് കീപ്പിംഗ് ദ സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ അല്ലേ മക്കളെ? എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത, ആ തമ്മിലുള്ള അകലം മാറാത്ത ആ വരകളെ വിളിക്കുന്ന പേരാണെന്ത്? പാരലൽ ലൈൻസ്. ഫോർ എക്സാമ്പിൾ സാറിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ലൈൻസ് കാണാം മക്കളെ. ഇതിൽ ഏതൊക്കെയാണ് പാരലൽ? ഇത് പാരലാണ്, ഇതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. മാത്രമല്ല ഈ വരകൾ തമ്മിലുള്ള അകലം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. സെറ്റല്ലേ? ഇത് പാരലൽ ആണോ മക്കളെ? അല്ല, ഇത് പാരലൽ അല്ല. കാരണം ഇത് ഇത്ര നീട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഇത് കൂട്ടിമുട്ടും. ഷുവർ ആണല്ലേ? ഓക്കെ മക്കളെ, ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ ഇത് പാരലൽ ആണോ? അതെ, ഇത് പാരലൽ ആണ്. അല്ലെ, കണ്ണും പൂട്ടി നമുക്ക് പറയാം ഇത് പാരലൽ ആണല്ലേ മക്കളെ? ഇത് പാരലൽ അല്ല. കാരണം ഇതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരലൽ അല്ല. ഈ 2 സെറ്റ് വരകൾ എന്താ മക്കളെ? പാരലൽ ആണ്, സമാന്തരമാണ് എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്, വരകളും കോണുകളും. ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. വെൻ എ ലൈൻ ക്രോസസ് അനദർ ലൈൻ, ഒരു വര മറ്റൊരു വരയെ മുറിക്കുമ്പോൾ മക്കളെ അവിടെ 2 ടൈപ്പ് കോണുകൾ ഉണ്ടാകുന്നുണ്ട്. സ്മോൾ ആംഗിൾ ചെറിയ കോണുകളും ലാർജ് ആംഗിൾ വലിയ കോണുകളും. മക്കളെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇതൊരു വരയാണ്, മറ്റൊരു വര ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഈ 50 ഡിഗ്രിയാണ് ഇവിടെ ഫോം ചെയ്ത സ്മോൾ ആംഗിൾ, ചെറിയ കോൺ. ക്ലിയർ ആണല്ലോ? ഇനി ഈ 130 ഡിഗ്രിയാണ് മക്കളെ ഇവിടെ ഫോം ചെയ്ത ലാർജ് ആംഗിൾ, വലിയ കോൺ. സെറ്റ് ആണല്ലോ? ഇതാണ് ഒരു വര മറ്റൊരു വരയെ ക്രോസ് ആയിട്ട് മുറിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾസ്. ക്ലിയർ ആണല്ലോ? യെസ്. രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാണെങ്കിൽ when 2 parallel lines are cut by another line, 2 സമാന്തര വരകളെ ഒരു വര കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് ആണ് സാർ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെയും സ്മോൾ ആംഗിൾസും ലാർജ് ആംഗിൾസും ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു പോയിന്റിന് ചുറ്റും 4 ആംഗിൾസ് ഉണ്ട്, അതുപോലെ ഈ ഒരു പോയിന്റിന് ചുറ്റും 4 ആംഗിൾസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ആ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. 2 large angles are of same measure എന്ന് പറഞ്ഞാൽ 2 വലിയ കോണുകൾക്കും ഒരേ അളവായിരിക്കും. മക്കളെ ഇവിടെ നോക്കിയാൽ അറിയാം, വലിയ കോണുകൾ എന്ന് പറഞ്ഞാൽ 130. സ്മോൾ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ ലാർജ് ആംഗിൾസും തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി 2 small angles are of same measure എന്ന് പറഞ്ഞാൽ ഫോം ചെയ്ത 2 ചെറിയ കോണുകൾക്കും ഒരേ അളവായിരിക്കും. മക്കളെ നോക്കിയാൽ അറിയാം, ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ഡിഗ്രി. ഇനി ലാർജ് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 130 ആണെങ്കിൽ ഇതും 130 ഡിഗ്രി. ഇതേ കേസ് തന്നെയാണ് ഇവിടെയും വരിക. മക്കളെ ലാർജ് ആംഗിൾസ് സെയിം ആണ്, അതുപോലെ സ്മോൾ ആംഗിൾസ് സെയിം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെറ്റ് ആണല്ലോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സ്മോൾ ആംഗിൾ പ്ലസ് ലാർജ് ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഒരു ചെറിയ ആംഗിളും ഒരു ചെറിയ കോണും ഒരു വലിയ കോണും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ചെറിയ കോൺ 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയോട് വലിയ കോണായിട്ടുള്ള 130 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടും മക്കളെ? 180 ഡിഗ്രിയാണ് കിട്ടുക. അതായത് ഒരു സ്മോൾ ആംഗിളും ഒരു ലാർജ് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെറ്റ് ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യെസ് ലൈൻ ആൻഡ് ആംഗിൾസിൽ എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. യെസ്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം.
മക്കളെ ഈ കട്ട് ചെയ്യുന്ന വരകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, വരകൾ പരസ്പരം ലംബമാണെങ്കിൽ മക്കളെ ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഇതിന് ചുറ്റുമുള്ള എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓർത്തു വെക്കുക, ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. മക്കളെ ഇവിടെ ഫോം ചെയ്ത 4 കോണുകളുടെയും അളവ് എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. സെറ്റാണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോവാം. മക്കളെ ഒരുപാട് ടൈപ്പ് കോണുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ. മക്കളെ ഈ സമാന കോണുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സെയിം പൊസിഷനിലുള്ള ആംഗിൾസ് എന്നാണ്. ഒരേ സ്ഥാനത്തുള്ള ആംഗിൾസ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം മക്കളെ, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, സമാന കോണുകളാണ്. നോക്കിയ മക്കളെ, ഈ രണ്ട് ആംഗിൾസിന്റെ പൊസിഷൻ നോക്കിയാൽ അത് ഒരേ സ്ഥലത്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒരേ സ്ഥാനത്തുള്ള ആംഗിൾസ് എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. അതായത് ഇതിപ്പോ 40 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഉറപ്പായും 40 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? സെയിം പൊസിഷനിലുള്ള ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ രണ്ട് ആംഗിൾസ് നോക്കിക്കഴിഞ്ഞാൽ അവയും സെയിം പൊസിഷനിലാണ്, അവ തുല്യമായിരിക്കും. ഇവിടെ നോക്കിയാൽ ഈ രണ്ട് ആംഗിൾസ് സെയിം പൊസിഷനിലാണ്, അവ തുല്യമായിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ ഈ രണ്ട് ആംഗിൾസ് ഒരേ പൊസിഷനിലാണ്, എന്തായിരിക്കും? തുല്യമായിരിക്കും. മക്കളെ ഇതാണ് എന്ത്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ. മക്കളെ നമ്മൾ നേരത്തെ കറസ്പോണ്ടിങ് ആംഗിൾസിനെ വിശേഷിപ്പിച്ചത് സെയിം പൊസിഷനിലുള്ള ആംഗിൾസ് അല്ലെ, ഒരേ സ്ഥാനത്തുള്ള ആംഗിൾസ് എന്നാണെങ്കിൽ മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പൊസിഷൻ ആയിരിക്കും. എന്താണ് മക്കളെ? ഓപ്പോസിറ്റ് പൊസിഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. എതിർ സ്ഥാനമായിരിക്കും ഈ മറുകോണുകൾക്ക് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ മക്കളെ, ഇവിടെ നോക്കിയാൽ അറിയാം ഈ രണ്ട് ആംഗിൾസ് സെയിം പൊസിഷനിലാണോ? അല്ല. ഈ ഒരു ആംഗിൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇത് റൈറ്റ് സൈഡിലാണ് അല്ലെ? സെയിം പൊസിഷൻ അല്ല, ഓപ്പോസിറ്റ് പൊസിഷൻ ആണെന്ന് മനസ്സിലാക്കാം. സോ ഇതെന്താ മക്കളെ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ നോക്കിയാൽ ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ദേ മക്കളെ, ഈ കാണുന്നത് ഓൾട്ടർനേറ്റ് ആണ്, ഈ കാണുന്നതും ഓൾട്ടർനേറ്റ് ആണ്. ഓപ്പോസിറ്റ് പൊസിഷനുകളിലുള്ള ആംഗിൾസ് ആണ്, കോണുകളാണ്. അവ തുല്യമായിരിക്കും. സെറ്റ് ആണല്ലോ? പഠിച്ചു വെക്കുക. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. സാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളെ, ഇത് രണ്ട് പാരൽ ലൈൻസ് ആണ്. ഒരു വര ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, ഇത് സപ്പോസ് 30 ഡിഗ്രി ആണെങ്കിൽ യെസ് ഇതെന്തായിരിക്കും? 30 ഡിഗ്രി അല്ലേ? സെയിം എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് പൊസിഷനിലുള്ള ആംഗിൾസ് ആണ്. അവ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾസ് ആണ് കോ ഇന്റീരിയർ ആംഗിൾസ്. ക്ലിയർ ആണല്ലോ? കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ. മക്കളെ ഇവ തുല്യമായിരിക്കില്ല. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ടൈപ്പ് ഓഫ് ആംഗിൾസും തുല്യമായിരുന്നു, പക്ഷെ ഇവ തുല്യമല്ല. ഇവയുടെ പ്രത്യേകത നോക്കിയ മക്കളെ, യെസ്, രണ്ട് വരകൾ, രണ്ട് പാരൽ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വരകളെ മറ്റൊരു വര ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അവിടെ തേടാ ഈ ആംഗിൾ 150 ആണ്, ഇത് 30 ആണ്. മക്കൾ ഇവയുടെ പ്രത്യേകത, ഈ രണ്ട് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 180 ഡിഗ്രിയാ കിട്ടുക. അതായത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ അവയുടെ എടുത്തു കഴിഞ്ഞാൽ, തുക കണ്ടു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കോ ഇന്റീരിയർ ആംഗിൾസ് മക്കളെ മനസ്സിലാക്കുക, നമ്മുടെ രണ്ട് പാരൽ ലൈൻസിന്റെയും ഇടയിലായിരിക്കും ഈ കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ രൂപപ്പെടുന്നത്. സെറ്റ് ആണല്ലോ? ഇവിടെ നോക്കിയാൽ അറിയാം ഈ 180ഉം 30ഉം രണ്ട് വരകളുടെയും ഇടയിലാണ്. സെറ്റ് അല്ലേ? അതുകൊണ്ടാണ് കോ ഇന്റീരിയർ, അകത്തുള്ള ആംഗിൾസ് എന്ന് ഇവയെ വിളിക്കുന്നത്. സെറ്റ് ആണല്ലോ? യെസ്. ഇതെന്താ മക്കളെ? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. നേരത്തെ ഈ ഒരു സൈഡിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നു, അത്രയുള്ള വ്യത്യാസം. രണ്ട് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180. മക്കളെ ഇതിന്റെ അർത്ഥം രണ്ടും 180 ആണെന്നല്ല, രണ്ട് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണല്ലോ? യെസ്. ഇതും കോ ഇന്റീരിയർ ആംഗിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, ബാഹ്യകോൺ. ഓക്കെ, ബാഹ്യകോൺ അല്ലെങ്കിൽ എന്താ പറയാ മക്കളെ? യെസ്. മക്കളെ ബാഹ്യ സഹകോൺ അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ? പാരൽ ലൈൻസിന്റെ അകത്തുള്ള ഉള്ളിലുള്ള ആംഗിൾസ് ആയിരുന്നു കോ ഇന്റീരിയർ ആംഗിൾസ്. മക്കളെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ വരകളുടെ പുറത്തായിട്ടാണ് രൂപപ്പെട്ടത്. നോക്കിയ മക്കളെ, ഈ രണ്ട് ആംഗിൾസും പാരൽ ലൈൻസിന്റെ പുറത്താണ് അല്ലെ മക്കളെ? ഇതിന്റെ പ്രത്യേകത, ഇവ ഈക്വൽ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. ഇവ കൂട്ടിയാലും ഇവയുടെ സം എടുത്താലും നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. നോക്കിയാൽ അറിയാം രണ്ട് പാരൽ ലൈൻസിന്റെ പുറത്താണ് ആംഗിൾസ് ഉള്ളത്. രണ്ടും കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക മക്കളെ? 180 ഡിഗ്രി. സോ കോ ഇന്റീരിയർ ആംഗിൾസ് ആണെങ്കിലും
എക്സ്റ്റീരിയർ ആംഗിൾസ് ആണെങ്കിലും രണ്ടും സം എടുത്താൽ നമുക്ക് എന്താ കിട്ടുക 180 ഡിഗ്രിയാണ് കിട്ടുക. പ്രത്യേകം മനസ്സിലാക്കാം. സെറ്റ് ആണല്ലോ? യെസ് യെസ് യെസ്. അടുത്തത് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെയധികം ആവശ്യമുള്ള ഒരു സംഗതിയാണ് ലീനിയർ പെയർ. മക്കളെ ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സാർ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. നോക്കാം മക്കളെ, ഇത് ഒരു വരയാണ്. ഈ വരയെ മറ്റൊരു വര ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. മക്കളെ ഈ ആംഗിൾ സപ്പോസ് 40 ഡിഗ്രി ആണെങ്കിൽ ഈ വലിയ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട, 180 നിന്ന് ഈ 40 കുറച്ചാൽ മതി. ആൻസർ എന്താ കിട്ടുക മക്കളെ? 140. സോ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? 140 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 180 നിന്ന് 40 കുറച്ചാൽ മതി, 140 ഡിഗ്രി. സെറ്റ് ആണല്ലോ? ഇതാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ മക്കളെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. മക്കളെ യെസ്, മക്കളെ ഒരു അടിപൊളി പാരലോഗ്രാം സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ എന്താണ് ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം മക്കളെ. ഈ രണ്ട് വശങ്ങളും നോക്കിയടാ, ഈക്വൽ അല്ലേ മക്കളെ? അപ്പോ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ ഈക്വലുമായിരിക്കും, പാരലലുമായിരിക്കും. അതായത് ഈ രണ്ട് വശങ്ങൾ എന്താ മക്കളെ? ഈക്വലുമാണ്, പാരലാണ്. അതുപോലെ ഈ രണ്ട് വശങ്ങൾ നോക്കിയാലും അവ ഈക്വൽ ആയിരിക്കും, പാരലലുമായിരിക്കും. ഇതാണ് ഒരു പാരലോഗ്രാമിന്റെ ആദ്യത്തെ പ്രത്യേകത. അതാണ് സാറിവിടെ കൊടുത്തേക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം, ഈ രണ്ട് ഓപ്പോസിറ്റ് വശങ്ങൾ, എതിർവശങ്ങൾ പാരലാണ്, അതുപോലെ ഈക്വൽ ആണ്. ഇത് മൂന്നായപ്പോൾ ഇത് മൂന്നായി മാറി അല്ലെ മക്കളെ? ഈ രണ്ട് വശങ്ങൾ നോക്കിയാൽ ഇവ പാരലാണ്, അതുപോലെ തന്നെ എന്താണ്? ഈക്വലുമാണ്. ഇത് 5 സെന്റിമീറ്റർ ആയപ്പോൾ ഇതും 5 സെന്റിമീറ്റർ ആയി. സെറ്റ് അല്ലേ മക്കളെ? ഒന്നാമത്തെ പോയിന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് സാർ അടുത്ത് പറയുന്നത്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മക്കളെ, ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ എന്തായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഈ പാരലോഗ്രാമിന്റെ സെയിം സൈഡിലുള്ള ഒരേ വശത്തുള്ള ആംഗിൾസ് കൂട്ടിയാൽ എന്താ കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഈ 50ഉം 130ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 180 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 130ഉം 50ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 180 ആണ്. അതായത് ഒരേ വശത്തുള്ള ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ആംഗിളും വലിയ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 180 ഡിഗ്രിയാണ് കിട്ടുക. പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെറ്റ് അല്ലേ മക്കളെ? ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പോയിന്റിലേക്ക് പോവാണ് മക്കളെ. ഈ ഒരൊറ്റ വാക്ക് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ? ട്രയാങ്കിൾ മാത്തിനകത്ത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് മക്കളെ, ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 കോണുകളുണ്ട് അല്ലേ? 1 2 3 കോണുകളുണ്ട്. ഈ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. അതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈ ഒരു ടോപ്പിക്കിലെ. ക്ലിയർ ആണല്ലോ? യെസ്. 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മക്കൾ ഇവിടെ നോക്കിയാൽ കാണാം, എടാ ഇത് 70 ഡിഗ്രി, ഇത് 50 ഡിഗ്രി, 60 ഡിഗ്രി. ഈ 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ കിട്ടുക? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നോക്കാടാ. ദേ ഇതൊരു ട്രയാങ്കിൾ അല്ലേ മക്കളെ? സാർ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന് ഈ ഒരു മൂല സാർ ഇങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെർട്ടെക്സ് സാർ ഇങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട് മക്കളെ. ഇത് 50 ഡിഗ്രി, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ മക്കളെ നോക്കുക, ഈ രണ്ട് ആംഗിൾസ് പ്ലസ് ചെയ്ത് നമുക്ക് എന്താണ് കിട്ടുക? 70 + 50. 70 + 50 എന്ന് പറഞ്ഞാൽ 120 ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിന്റെ സം ആയിരിക്കും ഇവിടെ ഫോം ചെയ്ത ഈ വലിയ ആംഗിൾ. ക്ലിയർ ആണല്ലോ? ഇത് രണ്ട് കൂട്ടിയാൽ 120 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 120 ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസിന്റെ സം ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന, അതായത് നമ്മുടെ ട്രയാങ്കിളിന് പുറത്ത് ഫോം ചെയ്യുന്ന ഈ ഒരു വലിയ ആംഗിൾ. സെറ്റ് ആണല്ലോ? അതും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. യെസ് മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ കണക്കുകളും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഡ്രോ ദ പാരലോഗ്രാം. സാമാന്തരികം വരക്കുക. മക്കളെ തന്നിട്ടുള്ള ഈ അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് വരക്കണോടാ? സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം വരക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ താഴത്തെ വശം എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വരക്കും മക്കളെ? 5 സെന്റിമീറ്ററിൽ ഒരു വര ഇങ്ങനെ വരക്കുന്നു കേട്ടോ. താഴത്തെ വര 5 സെന്റിമീറ്റർ നമ്മൾ വരക്കുന്നു.
ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഫോം ചെയ്ത ആംഗിൾ ആണ് 50 ഡിഗ്രി, 50 ഡിഗ്രിയാണ്. സോ നമ്മൾ എന്തെടുക്കുന്നടാ, പ്രൊട്രാക്ടർ എടുക്കുക. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്ത് എവിടെയാ വെക്കേണ്ടത് മക്കളെ? ഇവിടെയാണ് ആംഗിൾ ഫോം ചെയ്ത്. അപ്പൊ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ നടുഭാഗം ഇവിടെ ഇങ്ങനെ മുട്ടത്തക്ക വിധത്തിൽ എന്ത് വെക്കുക, നമ്മുടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ക്ലിയർ ആണല്ലോ. യെസ്. ഇനി നമ്മുടെ വര ഇങ്ങോട്ടാണ് കേട്ടോ, വര ഇങ്ങോട്ടാണ്. അപ്പോൾ 0 ഡിഗ്രി ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 10, 20, 30, 40, 50, 50 ഡിഗ്രി ഏകദേശം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 50 ഡിഗ്രിക്ക് നേരെ ഒരു പോയിന്റ് ഇട്ടിട്ട് യെസ് ആ വര ജസ്റ്റ് ഒന്ന് നീട്ടി വരക്കുക കേട്ടോ. ആ വര ജസ്റ്റ് ഒന്ന് നീട്ടി വരക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് മക്കളെ. യെസ്, ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു വശം എത്രയാണെന്ന് നോക്കുക. 4 സെന്റിമീറ്റർ ആണ് ആ വശം വരുന്നത്. നമ്മൾ ആ വശം വരക്കാനാണ് ഇനി പോകുന്നത്. നോക്ക് മക്കളെ, നമ്മൾ 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം കേട്ടോ. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. യെസ്, നേരെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 4 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. 4 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ. 4 സെന്റിമീറ്ററിൽ ആർക്ക് കട്ട് ചെയ്യുക. യെസ്, ഇത് 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ വെച്ച് പലർക്കും നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും. മക്കളെ, അടുത്തത് ചെയ്യേണ്ടത് ഈ ഒരു വശത്ത് നിന്ന് ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ നേരെ വരക്കുക. ഓക്കെ അല്ലേ? ഒരു ഡോട്ടഡ് ലൈൻ നേരെ വരക്കുക. വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തത് ഈ ഒരു പോയിന്റിൽ വെക്കുക കേട്ടോ. നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചത് ആ പോയിന്റിലേക്ക് നമ്മുടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കാം. മക്കളെ നോക്കുക കേട്ടോ, ഈ ലൈനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ലൈൻ അല്ല, ഇങ്ങോട്ടുള്ള ഈ ഡോട്ടഡ് ലൈനാണ് നമുക്ക് വേണ്ടത്. ഈ ഡോട്ടഡ് ലൈൻ 0 ഡിഗ്രിയിലാണ്. ക്ലിയർ ആണല്ലോ. 10, 20, 30, 40, അഗെയിൻ 50 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ ജോയിൻ ചെയ്യുന്നു കേട്ടോ. നേരെ നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു മക്കളെ. യെസ്, ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇതും 50 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 സെന്റിമീറ്റർ ഈ ഒരു വശത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുക്കുക. ഈ ഒരു അളവ് 4 സെന്റിമീറ്റർ എടുക്കുക. യെസ്, ഇതേ അളവ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യാം. ഈ ഒരു വരയിൽ കട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വരകൾ തമ്മിൽ ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു കേട്ടോ. യെസ്, ഈ 2 പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിക്കുന്നു. ആൻഡ് ഫൈനലി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. യെസ്, ഇവിടെ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും അല്ലേ, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും, ചെറിയ ചരിവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതാണ് നമ്മുടെ മെത്തേഡ്. ഈ മെത്തേഡിൽ എൻ്റെ മക്കൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലെ അടിപൊളി പാരലോഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായി നോക്കി പാരലോഗ്രാം നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? യെസ് മക്കളെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പാരലോഗ്രാം വരച്ചു. ഇതേ മെത്തേഡിലാണ് നിങ്ങൾ ഏത് പാരലോഗ്രാം ചോദിച്ചാലും വരയ്ക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ, ഫൈൻഡ് ദ മിസ്സിംഗ് ആംഗിൾസ്. മക്കളെ, ഇവിടെ പല കോണുകളും മിസ്സിംഗ് ആണ്. നമുക്ക് എല്ലാ ആംഗിൾസും നല്ല അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാം. നോക്കിയ മക്കളെ, ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു വര മറ്റൊരു വര ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ ആംഗിൾ ഉണ്ടായിട്ടുണ്ട് 45 ഡിഗ്രി. ഇത് 45 ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ? ഇതും 45 ഡിഗ്രി ആയിരിക്കും. യെസ്, ഇനി ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് മക്കളെ? നമുക്കറിയാം ഒരു ചെറിയ ആംഗിളും ഒരു വലിയ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ ഈ വലിയ ആംഗിൾ കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് ഈ ചെറിയ ആംഗിൾ ആയിട്ടുള്ള 45 കുറച്ചാൽ മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് കണ്ടുപിടിക്കാടാ? യെസ്, നമ്മുടെ ഈ ഒരു ആൻസർ കിട്ടും. എത്ര മക്കളെ? 135 ഡിഗ്രി നമ്മുടെ ലാർജ് ആംഗിൾ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ഇത് 135 ആണെങ്കിൽ ഇതും എന്തായിരിക്കും ഇവിടെ? 135 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, 2 പാരലൽ ലൈൻസിനെ മറ്റൊരു വര കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തുണ്ടായിട്ടുണ്ട് മക്കളെ? ലാർജ് ആംഗിൾസും ഒരുപാട് സ്മോൾ ആംഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ലാർജ് ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് 125 ഡിഗ്രി. ഇനി സ്മോൾ ആംഗിൾസും അതുപോലെ ഇവിടെയുള്ള മറ്റ് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കാം. മക്കളെ, ഇത് 125 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് മക്കളെ? 180 യെസ് 125 കുറച്ചാൽ മതി. ആൻസർ എന്തായിരിക്കും മക്കളെ? യെസ് 55 ഡിഗ്രി കേട്ടോ. 55 ഡിഗ്രി ആയിരിക്കും. ഇത് 55 ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? 55 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? ഇത് 125 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും മക്കളെ? 125 ഡിഗ്രി ആയിരിക്കും. ആൻഡ് മക്കളെ ശ്രദ്ധിക്കാം കേട്ടോ, ഇത്
55 ഡിഗ്രിയാണ്. ഇതേ പൊസിഷനിലുള്ള മറ്റൊരു ആംഗിളാണ് ഈ കാണുന്നത്. ഇവ രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, സമാന കോണുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 55 ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? 55 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലടാ? ഇത് 55 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഇതെന്താണ്? 55 ആയിരിക്കും അല്ലേ? രണ്ടും സ്മോൾ ആംഗിൾസ് ആണ്, സ്മോൾ ആംഗിൾസ് ഒക്കെ തുല്യമായിരിക്കും. അതുപോലെ ഇതെന്തായിരിക്കും ഇവിടെ? യെസ്, ഇത് 125 ആണെങ്കിൽ ഇതേ പൊസിഷനിലുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? 125 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇത് 125 ആണെങ്കിൽ ഇതും 125 ഡിഗ്രി ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കളെ. യെസ്, 1-2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എൻ്റെ മക്കളെ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് കൃത്യമായിട്ട് സാറതെ നമുക്ക് സ്ലൈഡിൽ കാണിക്കാം. നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആംഗിൾസ് ഒക്കെ മാറ്റി മാറ്റി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കാം മക്കളെ. യെസ്, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ്. യെസ്, 45, 45, 135, 135 അങ്ങനെ എല്ലാ ആംഗിൾസും നമുക്ക് അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല മക്കളെ. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് സാർ വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് വൺ. ഫൈൻഡ് ദ മിസ്സിംഗ് ആംഗിൾസ്. കോണുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊരു സെഡ് തന്നിട്ടുണ്ട്. ഈ സെഡിന്റെ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആൻസേഴ്സ് സാർ താഴെ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാട്ടാ. ഓക്കെ, ഇനി നോക്കാം മക്കളെ, ശ്രദ്ധിക്കാട്ടാ. ഈ രണ്ട് വരകൾ പാരലാണ്. ഈ രണ്ട് വരകൾ പാരലാണ്. ഓക്കെ അല്ലേ? ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം, അതോടൊപ്പം ഇത് കണ്ടുപിടിക്കണം. സെറ്റ് ആണല്ലോ? സി ക്വസ്റ്റ്യൻ മക്കളെ, ഇതൊരു പാരലോഗ്രാം ആണ്. ഇതിന്റെ ഒരു സ്മോൾ ആംഗിൾ ചെറിയ കോൺ തന്നിട്ടുണ്ട്, 60 ഡിഗ്രി ആണ്. ബാക്കിയുള്ള 3 ആംഗിൾസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക്. റെഡി ആണല്ലോ? ഇനി നോക്കാം മക്കളെ. ദേടാ, ഇതൊരു സെഡ് അല്ലേ? സെഡ് അല്ലേ? സെഡിനെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മക്കളെ. ഈ സെഡിന്റെ ഈ രണ്ട് വരകൾ പാരലടാ. ഈ രണ്ട് പാരൽ ലൈൻസിനെ ഇങ്ങനെ ഒരു വര കട്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇതും ഇതും. സെറ്റ് അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇതും ഇതും. അവ ഈക്വൽ ആയിരിക്കില്ല മക്കളെ. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ മക്കളെ, ഇത് 40 ഡിഗ്രിയാണ്. ഇത് 40 ഡിഗ്രിയാണ്. ഇനി നോക്കാം, നമുക്ക് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ ഇവിടെ നടുക്ക് എന്ത് ചെയ്യണോടാ? ഒരു വര ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ക്ലിയർ അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കണം. ഈ 3 വരകളും പരസ്പരം പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇവിടെ നോക്കിയാൽ നമുക്കൊരു സെഡ് ഇവിടെ കിട്ടൂലടാ. യെസ്, സെഡ് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടുള്ള ഇതെന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? 40 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 40 ഡിഗ്രി കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ രണ്ട് വരകൾ പാരലല്ലടാ മക്കളെ. പാരലല്ലേ? യെസ്. അപ്പൊ നോക്കിയാൽ അറിയാം മക്കളെ, ഈ രണ്ട് വരകൾ പാരലൽ ആണെങ്കിൽ ഇതെന്താണ്? ഒബ്വിയസ്ലി എന്താണ് മക്കളെ? യെസ്, 45 ഡിഗ്രി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു ആംഗിൾ നമുക്ക് എന്താണ്? 40 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. യെസ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചു. ഇനി സി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ മക്കളെ, ഇതാണ് നമ്മുടെ പാരലോഗ്രാം അല്ലെങ്കിൽ സമാന്തരികം എന്ന് പറഞ്ഞാൽ മക്കളെ, ഇവിടെ സ്മോൾ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ്. ഈ ലാർജ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? യെസ്, ഇതും സ്മോൾ ആംഗിൾ അല്ലേ മക്കളെ? അപ്പോൾ ഇതും 60 ഡിഗ്രി ആയിരിക്കൂലേ? യെസ്, ഇതും 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ രണ്ട് ലാർജ് ആംഗിൾസ് കണ്ടുപിടിക്കണം. സാർ നേരത്തെ പറഞ്ഞു ഈ ഒരു ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ് കിട്ടുന്നത് അല്ലേ? 180 കിട്ടുക. അപ്പോൾ ഈ ഒരു ലാർജ് ആംഗിൾ വലിയ കോൺ കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ 60 കുറച്ചാൽ മതി. ആൻസർ എത്ര കിട്ടൂടാ? 120 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് 120 ഡിഗ്രി കിട്ടി. യെസ്, 120 ആൻഡ് ഇത് ഓൾസോ 120 ആയിരിക്കും. സെറ്റ് ആണല്ലോ? അപ്പോൾ നമ്മൾ 3 ടൈപ്പ് പിക്ചേഴ്സും അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എടാ ഇവിടുത്തെ ആംഗിൾ നമുക്ക് തരാം. ഓക്കെ അല്ലേ? ഇവിടുത്തെ ആംഗിൾ നമുക്ക് തരാം. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ മക്കളെ, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ നോക്കിയേ, ഇത് 40, ഇത് 30. അപ്പോൾ നോക്കി, ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും അല്ലേ? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ നടുക്കുള്ള ആംഗിൾ വരുന്നത് 40 + 30 എന്തായിരിക്കും? 70 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. മക്കളെ, ഒരു സമാന്തരികത്തിനകത്ത് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പാരലോഗ്രാം ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കുഞ്ഞി ട്രയാങ്കിൾ ത്രികോണം വരച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഈ ത്രികോണത്തിലെ കോണുകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സാറിന് റഫായിട്ട് വരച്ച് കാണിച്ചു തരാം. മക്കളെ, ഇതാണ് നമ്മുടെ പാരലോഗ്രാം. യെസ്, ഇതാണ് അവിടെ ഫോം ചെയ്ത ട്രയാങ്കിൾ. മക്കളെ നോക്കുക, നമുക്ക് ഏതൊക്കെ ആംഗിൾസ് ആണ് നമുക്ക് തന്നേക്കുന്നത് നോക്കാം. ഇത് 25 ആണ്. ഇത് 25 ഡിഗ്രി ആണ്. യെസ്, ഇത് എത്രയാടാ? 45 ഡിഗ്രി ആണ്. യെസ്, ഈ ആംഗിൾ 115 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ മക്കളെ? നമുക്കറിയാം
ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും കേട്ടോ. ഒരു പാരലോഗ്രാം ആണെങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നോക്കിയാൽ അറിയാം ഇത് 115. അപ്പോൾ ഈ ഒരു വലിയ ആംഗിളും എത്രയായിരിക്കും? 115 ആയിരിക്കും. അതിനൊരു 45 ഇവിടെ ഉണ്ട്. ബാക്കി കണ്ടുപിടിക്കാൻ 115 എന്ത് കുറച്ചാൽ മതിയടാ? ഈ 45 കുറച്ചാൽ പോരെ. നമുക്ക് എത്ര ആൻസർ കിട്ടുക? അതായിരിക്കും ഈ ഒരു ആംഗിൾ വരുന്നത്. നമുക്ക് ആൻസേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. യെസ് മക്കളെ, ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. ആംഗിൾ എ ഡി ഇ എന്ന് പറഞ്ഞാൽ അതേ മക്കളെ എ ഡി ഇ, ഈ ഒരു കോണ പറയുന്ന എ ഡി ഇ എത്ര കിട്ടാടാ? 115 നിന്ന് 45 കുറച്ചാൽ 70 ഡിഗ്രി. ഓക്കെ അല്ലേ മക്കളെ? ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? യെസ്. ഇനി നോക്കാം ആംഗിൾ ബി സി ഡി. ബി സി ഡി എന്ന് പറഞ്ഞാൽ ദേ മക്കളെ ബി സി ഡി, ഈ ഒരു കോൺ കണ്ടുപിടിക്കണം. ഈ ഒരു മിസ്സിംഗ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? ഇത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. അപ്പോൾ നോക്കുക, ഇത് 115 ആണെങ്കിൽ മക്കളെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലടാ? എളുപ്പമല്ലേ? 180 നിന്ന് 115 കുറച്ചാൽ മതി അല്ലേ? 180 നിന്ന് 115 കുറച്ചാൽ നമുക്ക് 65 ഡിഗ്രി കിട്ടുക. സോ ഈ ആംഗിൾ എന്തായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 65 ഡിഗ്രി. 65 ഡിഗ്രി. ഓക്കെ അല്ലേ മക്കളെ? ഇത് 65 ആണെങ്കിൽ ഈ ഒരു വലിയ ആംഗിളും എത്രയായിരിക്കും? 65 ആയിരിക്കൂലേ? അപ്പൊ നോക്കി, അതിനൊരു 25 ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളതായിരിക്കും ഈ ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? യെസ്, ആംഗിൾ ഡി എ ഇ. മക്കളെ ആംഗിൾ ഡി എ ഇ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ, ഈ ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 65 നിന്ന് 25 കുറച്ചാൽ മതി. 65 മൈനസ് 25 ആൻസർ 40 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? യെസ്, 40 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 40 ഡിഗ്രി. യെസ്, ഇത് 70 ഡിഗ്രി എന്ന് കിട്ടും. 70 ഡിഗ്രി എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ? 70 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി കിട്ടി മക്കളെ. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അത് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുക? ഒരു ട്രയാങ്കിളിനകത്തെ എല്ലാ ആംഗിൾസും കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 180 ആണ് കിട്ടുക. ആ 180യിൽ നിന്ന് നമുക്കറിയാവുന്ന ഈ 70യും 40യും അല്ലേ ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആംഗിൾ കിട്ടൂലേ? അത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 180 മൈനസ് നമുക്കറിയാവുന്ന 2 ആംഗിൾസ് 70 ഡിഗ്രി 40 ഡിഗ്രി, അത് കുറച്ചാൽ 70 ഡിഗ്രി കിട്ടും. അതായിരിക്കും മക്കളെ ഈ ഒരു ആംഗിൾ കേട്ടോ. അതായിരിക്കും ഈ കാണുന്ന ഒരു ആംഗിൾ 70 ഡിഗ്രി കേട്ടോ. 70 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 70, 70 ആൻഡ് 40 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും കേട്ടോ മക്കളെ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെയധികമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ളത് ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് എല്ലാവരും ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, യെസ്, the top and bottom lines are parallel. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ ഒരു ഷേപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 2 ട്രയാങ്കിൾസ് കൂട്ടി യോജിപ്പിച്ച ഒരു ഷേപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ ഈ 2 വരകൾ പാരലാണ്, സമാന്തരമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ, കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ഒരു ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിൾ കാണണം. അതുപോലെ ഈ മുകളിലുള്ള ട്രയാങ്കിളിനകത്തെ എല്ലാ കോണുകളും കാണണം. അതായത് ഇവിടെയുള്ള എല്ലാ കോണുകളും നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക്. അതായത് 2 ട്രയാങ്കിളിലെയും അകത്തുള്ള ആംഗിൾസ് മുഴുവനും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് മക്കളെ. ഈ 2 വരകൾ പാരലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 പാരൽ ലൈൻസ്. ഓക്കെ, മറ്റൊരു വര കട്ട് ചെയ്താൽ നമുക്കറിയാം ഈ ആംഗിൾ ആയിരിക്കും ഈ ആംഗിൾ അല്ലേ? ഇവ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആ ഒരു ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യുക മക്കളെ. ദേടാ, നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു Z ഷേപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? 40 ഡിഗ്രി തന്നെയായിരിക്കും. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നോക്ക്, ഇവിടെയും ഒരു Z ഫോം ചെയ്തിട്ടില്ലേ? ദേടാ, ഇതും ഒരു Z തന്നെയല്ലേ? അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ദേടാ, നമ്മുടെ മുകളിലത്തെ ട്രയാങ്കിളിന്റെ 2 കോണുകളും നമുക്ക് കിട്ടി. 50 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി എന്ന് കിട്ടി മക്കളെ. ഇനി ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണ്ടേ? ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാടാ? യെസ്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമുക്കറിയാം. ഒരു ട്രയാങ്കിൾ എടുത്താൽ, ഈ ഒരു മുകളിലത്തെ ട്രയാങ്കിൾ എടുത്താൽ ഈ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകടാ? 180 ആ കിട്ടുക. 180യിൽ നിന്ന് നമുക്കറിയാവുന്ന 2 ആംഗിൾസ് ഏതൊക്കെയാടാ? 50ഉം 40ഉം ആഡ് ചെയ്ത് കുറക്കണം മക്കളെ. 180 മൈനസ് 90 ആൻസർ എന്തായിരിക്കും? 90 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി.
ഓക്കെ അല്ലേ മക്കളെ? ഈ ആംഗിൾ 90 ആണെങ്കിൽ ഇവൻ എന്തായിരിക്കൂടാ? യെസ്, 90 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ട്രയാങ്കിളിനകത്തും 50 ഡിഗ്രി 40 ഡിഗ്രി തന്നെയാണ്, ഈ ട്രയാങ്കിളിനകത്തും 50 ഡിഗ്രി 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇതും എന്തായിരിക്കൂടാ? 90 ആയിരിക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെ നമ്മൾ എല്ലാ ആംഗിൾസും അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചില്ല മക്കളെ. യെസ്, ഈ ഒരു സ്റ്റെപ്പ് സാറ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മക്കള് വേഗം ഒന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഞാൻ നമ്മുടെ ഫിഗറിന് പേര് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കളും ഫിഗറിന് പേര് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് ഓരോ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇങ്ങനെയാണ് നമ്മുടെ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. എല്ലാവരും സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്, സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആംഗിൾ എ ഇ ബി എന്ന് പറഞ്ഞാൽ എ ഇ ബി, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തേ മക്കളെ? ഇത് 50, ഇത് 40, ഇത് എത്ര ആയിരിക്കൂടാ? യെസ്, 180 മൈനസ് 50 പ്ലസ് 40, ഇത് 90 കിട്ടി. സാറ് നേരത്തെ ഇതാണ് ആദ്യം കണ്ടുപിടിച്ച് ഈ ഒരു ഓർഡറിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യാം. ഓക്കെ മക്കളെ, നോക്കുക. ഇത് 50 40 ആണെങ്കിൽ ഇതെന്തായിരിക്കൂടാ? 90 ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 ആയിരിക്കും. യെസ്, ഓക്കെ, ഇനി ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ, നോക്കുക. യെസ്, ഇത് രണ്ടും എന്താടാ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് 50 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും, അതുപോലെ ഇത് 40 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും. അതാണ് സാർ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മക്കളെ. ആംഗിൾ ഡി ഇ സി മക്കളെ, ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഡി ഇ സി ഈ ഒരു ആംഗിൾ ആണ്. ഇത് 100 അല്ല, 90 ഡിഗ്രി ആണ് കേട്ടോ. 90 ഡിഗ്രിയാണ്, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒരു എറർ ഉണ്ട് മക്കളെ, 90 ഡിഗ്രിയാണ്, 100 അല്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The figure shows a triangle drawn inside a rectangle. മക്കളെ, ഒരു ചതുരത്തിനകത്ത് നമ്മൾ എന്താണ്? ഒരു ട്രയാങ്കിൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. Calculate the angles of the ട്രയാങ്കിൾ. നമുക്ക് ട്രയാങ്കിളിനകത്തെ എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. പാരലോഗ്രാമിനെ പോലെ വളരെ ടഫായിട്ടൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ നോക്കിയടാ, ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക മക്കളെ? നമുക്കറിയാം, ഒരു റെക്റ്റാങ്കിൾ എടുത്താൽ, ഒരു ചതുരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കോണുകളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ നോക്കിയടാ, ഈ ഒരു കോർണറിലെ ആംഗിൾ മൊത്തം 90 ആടാ. അതിലൊരു 30 ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആയിരിക്കൂലേ ഇവിടുത്തെ ആംഗിൾ അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 90 ഈ 30 കുറച്ചാൽ പോലെ എത്ര കിട്ടടാ? 60 ഡിഗ്രി. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി ഈ ഒരു ആംഗിൾ നോക്കിയ മക്കളെ, ഇത് 50 ഡിഗ്രി ആണ് അല്ലേ മക്കളെ? ഇവിടുത്തെ മൊത്തം ആംഗിൾ എത്രയാടാ? 90 ഡിഗ്രി ആയിരിക്കും. ആ 90 ഈ 50 മൈനസ് ചെയ്താൽ ഇവിടുത്തെ ആംഗിൾ കിട്ടില്ല എത്രയാടാ? 40 ഡിഗ്രി. സെറ്റ് ആണല്ലോ? സോ ഈ ഒരു ആംഗിൾ നമുക്ക് എന്താ കിട്ടുക? 60 ഡിഗ്രി അല്ലേ? അതെ. ഇനി ഈ ഒരു ആംഗിൾ എത്ര കിട്ടും മക്കളെ? യെസ്, 40 ഡിഗ്രി. കൃത്യമായിട്ട് നമുക്ക് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കാം മക്കളെ, ഈ ഒരു മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് നമുക്കറിയാം. എത്രയാടാ? 60 40. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? 180 യെസ്, ഈ 2 ആംഗിൾസ് സമ്മ് ചെയ്ത് കുറച്ചാൽ മതി. 60 പ്ലസ് 40 ആൻസർ എന്തായിരിക്കും മക്കളെ? യെസ്, 180 മൈനസ് 100 80 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയാണ് മക്കളെ, 80 ഡിഗ്രി എന്ന് കിട്ടും. സാറ് കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. ആംഗിൾ ഇ സി ബി ഈക്വൽ ടു 60 ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി ആംഗിൾ ഇ ബി സി ഈ ഒരു ആംഗിൾ എത്രയാണ് മക്കളെ? ഇതും 40 ഡിഗ്രി ആണെന്ന് കിട്ടി. ആൻഡ് ഫൈനൽ ആംഗിൾ ബി ഇ സി ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ 180 യെസ് 60ഉം 40ഉം ആഡ് ചെയ്ത് മൈനസ് ചെയ്യുക. ആൻസർ എന്താ കിട്ടുക മക്കളെ? 80 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. സോ ഇതെന്തായിരിക്കും മക്കളെ? 80 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഇങ്ങനെയാണ് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ വരക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. തന്നിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് എന്ത് വരക്കാം മക്കളെ? ട്രയാങ്കിൾ വരക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നല്ല അടിപൊളി പാരലോഗ്രാം ഒക്കെ വരച്ചല്ലേ? അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വരക്കാൻ സാധിക്കും മക്കളെ. ചെറിയൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും സമ്മ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക മക്കളെ? 180 ഡിഗ്രിയാണ് കിട്ടുക. ആ ഒരു കാര്യം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടായാൽ മതി. അടിപൊളിയായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ വരക്കാൻ പോവാണ്. ആദ്യം തന്നെ എല്ലാവരും സ്കെയിൽ എടുക്കുക ആൻഡ് 7 സെന്റിമീറ്റർ ലൈൻ വരക്കാം. 7 സെന്റിമീറ്റർ ലൈൻ ഇങ്ങനെ നേരെ വരക്കാം. 7 സെന്റിമീറ്റർ ലൈൻ വരക്കാം. 7 സെന്റിമീറ്റർ വരക്കാം. ആൻഡ് മക്കളെ ഇവിടെ നോക്കുക, ഇത് 40 ഡിഗ്രിയാണ്. ഓക്കെ, പക്ഷേ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ മക്കളെ നോക്കിയാൽ അറിയാം, ഈ ഒരു ആംഗിളും വേണം, ഈ ഒരു ആംഗിൾ എത്രയാണെന്നും കൂടെ കണ്ടുപിടിക്കണം മക്കളെ. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ട്രയാങ്കിളിൻ്റെ 2 കോണുകൾ അറിയാം. മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ 180 മൈനസ് 70 പ്ലസ് 40 ചെയ്താൽ മതി അല്ലേ? 180
മൈനസ് 70 പ്ലസ് 40 ചെയ്താൽ മതി അല്ലേ? യെസ്, 180 മൈനസ് 70 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 110 ഡിഗ്രി. ആൻസർ എത്രയാണ്? 70 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടുക? 70 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഈ ഒരു ആംഗിൾ നമുക്ക് ഈ ഫിഗർ വരയ്ക്കാൻ അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം 40 ഡിഗ്രിയാണ് വരക്കാൻ പോകുന്നത്. ജേടാ നമ്മുടെ പ്രൊട്ടക്ടർ ഈ ഒരു എൻഡിൽ വെക്കുക. 40 ഡിഗ്രി കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. 40 ഡിഗ്രി മാർക്ക് ചെയ്യുക. യെസ്, നേരെ അത് കൂട്ടി യോജിപ്പിച്ച് ഒരു വര ഇങ്ങനെ വരക്കാം കേട്ടോ. ഇത് 40 ഡിഗ്രി സെറ്റ് ആണല്ലോ. ഇനി ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു 70 ഡിഗ്രിയാണ്. നമ്മളിത് പ്രൊട്ടക്ടർ ഈ ഒരു എൻഡിൽ വെക്കുന്നു. ദേ മക്കളെ, നമ്മുടെ വര ഇങ്ങോട്ടാണ്. സോ 0 ഡിഗ്രി ഇവിടെയായിരിക്കും. 10, 20, 30, 40, 50, 60, 70. മക്കളെ, നമ്മുടെ 70 ഡിഗ്രി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ക്ലിയർ ആണല്ലോ? യെസ്, ആ ഒരു എൻഡും നമ്മുടെ ഇപ്പോൾ കിട്ടിയ പോയിന്റ് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം മക്കളെ. ജോയിൻ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ. ഈ ബാക്കി വന്ന ലൈൻസ് ഒക്കെ മായ്ച്ചു കളഞ്ഞാൽ നമ്മൾ വിചാരിച്ച അടിപൊളി ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇത് എത്രയായിരിക്കും മക്കളെ? 70 ഡിഗ്രി. സോ ഇതെന്തായിരിക്കും? 70 ഡിഗ്രി നമുക്ക് കിട്ടും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ അളവ് ഉപയോഗിച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേ ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ താങ്ക് യു ഓൾ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കെ.